Good morning, students. During the last classes of company law, we explains about the various steps of formations of joint stock company. Out of the last classes, we completed the explanations about the registration procedures of a joint stock company. Under the registration procedures, we clearly mentioned that there are several steps or procedures to be conducted for obtaining the registration. The first one is obtaining the director's identification number, and the next steps is applications for availability or reservation of name of a joint stock company to the registrar of Central Registration Center. And the third procedure is preparing memorandum of association and articles of association in the officially prescribed format. And the fourth one is preparing some additional documents like declaration of advocates or chartered accountant or company secretary who is actively engaged in the formations of a company, and affidavit from each directors of company, and affidavit from first directors of company, details of directors of company, and address of the correspondence till the registered office is established, and also filing application and above said documents for registration in the form number INC2 as in the case of one person company, and form number INC7 in the case of general types of company like private and public companies. Okay, and after providing or submitting the application for registration, the registrar should verify and scrutiny the applications, and if he is satisfied upon his verification, he issue the certificate of incorporation in the form number INC11. Okay, so these are the various types of procedures to be complied with regarding to the registrations of company. Okay, and the next steps of the formation of company is flotation. ഫ്ലോട്ടേഷൻ എന്നുള്ളത് ആക്ച്വലി ഒരു നോമിനൽ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇതൊരു ഇൻറ്റേർണലായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു ആക്ടിവിറ്റീസാണ്. ദാറ്റ് മീൻസ് ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ഫോർമേഷൻസുമായി ബന്ധപ്പെട്ട് നോർമൽ കേസസിൽ അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ ഇൻകോർപ്പറേഷൻ ആക്ടിവിറ്റീസുമാണ്, അതായത് രജിസ്ട്രേഷൻ ആക്ടിവിറ്റീസുമാണ് പ്രധാനമായിക്കൊണ്ടും കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫ്ലോട്ടേഷൻ എന്നുള്ളത് നോർമലി കമ്പനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഫ്ലോട്ടേഷൻ മീൻസ് കളക്ടിങ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു എ കമ്പനി ഫോർ ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നോർമൽ കേസസിൽ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫ്രം ദി ഒബ്റ്റെയിൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നെക്സ്റ്റ് ഡേയ്സ് ഓൺവേർഡ്സ് മുതൽ അവർക്ക് അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് കൃത്യമായി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതേസമയം കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എമൗണ്ട് കളക്ട് ചെയ്യേണ്ട നിർബന്ധിത സാഹചര്യം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിക്കൊണ്ട് ഫ്ലോട്ടേഷൻ എന്നുള്ള ആക്ടിവിറ്റീസിലൂടെ അവർക്ക് പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു നോമിനലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രൊസീജിയറിസമാണ് എന്നുള്ളത് കൂടി പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്നുള്ളത് ഡിഫറെൻറ്റ് സോഴ്സസിലൂടെ ഒരു കമ്പനിക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും, ലൈക്ക് ഇഷ്യൂയിങ് ഷെയർസ് ഓർ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് ഓർ ടേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫ്രം വേരിയസ് ബാങ്ക്സ് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രൊമിനൻ്റ് ആയിക്കൊണ്ട് കമ്പനീസ് കൂടുതലായിക്കൊണ്ട് ഫോക്കസ് ചെയ്യപ്പെടാറുള്ളത് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യുക എന്നുള്ള മെത്തഡോളജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമൽ കേസസിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മെത്തഡോളജിയെ നമുക്ക് പ്രധാനമായിക്കൊണ്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 3 രൂപത്തിലാണ് ഷെയർസ് പ്രധാനമായിക്കൊണ്ടും ഇഷ്യൂ ചെയ്യപ്പെടാറുള്ളത്. IPO മുഖാന്തരം. IPO മീൻസ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഫസ്റ്റ് ടൈം ആയിക്കൊണ്ട് അതിൻ്റെ ഷെയർ ജനറൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. ദ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ക്യാൻ ബി കണ്ടക്റ്റഡ് among 3 different formats. The first one is public issue of share, and second one issue through issuing houses, and third one issue through private placement. Okay, ഇവിടെ പബ്ലിക് ഇഷ്യൂ എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്യൂയിങ് ഷെയർസ് ടു ജനറൽ പബ്ലിക് ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് എന്നുള്ളതാണ്. പ്രോസ്പെക്ടസ് മുഖാന്തരം ഡയറക്റ്റ് ആയിക്കൊണ്ട് ജനറൽ പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മെത്തഡോളജിയെ പറയുന്ന പേരാണ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർ, or it is also called as issue through prospectus. Okay, these types of methods can be opted by public companies only.
എ പ്രൈവറ്റ് കമ്പനി കനോട്ട് ഓപ്റ്റ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർ. അത് പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കുക. ആൻഡ് ദ സെക്കൻഡ് മെത്തഡോളജി ഈസ് ഇഷ്യൂ ത്രൂ ഇഷ്യൂയിങ് ഹൗസസ്. ഇഷ്യൂയിങ് ഹൗസസ് മുഖാന്തരം ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ആയിക്കൊണ്ട് ജനങ്ങളിലേക്ക് നേരിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ടെക്നിക്കലി കോൺഫിഡൻസ് ഇല്ലാത്ത കമ്പനികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഈ ഒരു മെത്തേഡ്സിൽ ഇഷ്യൂയിങ് ഹൗസസിൻ്റെ സർവീസ് ഉപയോഗിച്ചുകൊണ്ട്, ഹൗസസിൻ്റെ സേവനം ഉപയോഗിച്ചുകൊണ്ട് കമ്പനികൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇഷ്യൂയിങ് ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്, ലൈക്ക് പ്രൈവറ്റ് ബാങ്ക്സ് ഓർ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി എക്സെട്ര. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ഷെയർസ് അവർക്ക് സ്വന്തം നിലക്ക് ജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യാൻ ടെക്നിക്കലായിട്ട് കോമ്പിറ്റൻസി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഒരു എക്സ്പേർട്ട്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ടെക്നിക്കലി പെർഫോം ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് നോർമൽ കേസിൽ ഇഷ്യൂയിങ് ഹൗസ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പനി അവരുടെ ഷെയർ ഇഷ്യൂയിങ് ഹൗസസിൽ ട്രാൻസ്ഫർ ചെയ്യുകയും ഇഷ്യൂയിങ് ഹൗസസ് കമ്പനിക്ക് വേണ്ടി അവരുടെ ഷെയർ ജനങ്ങളിലേക്ക് സബ്സീക്വൻ്റ് ആയിക്കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസമാണ് ഇഷ്യൂ ത്രൂ ഇഷ്യൂയിങ് ഹൗസ് എന്നുള്ള പേരിലായിട്ട് സെക്കൻഡ് ടൈപ്സ് അറിയപ്പെടുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇഷ്യൂ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇഷ്യൂ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നുള്ളത് വളരെ ചുരുങ്ങിയ എണ്ണം ആളുകൾക്ക് മാത്രം ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തഡോളജിയാണ്. Usually these types of method is generally opted by private companies. ഓക്കെ, കാരണം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇത്തരം മെത്തഡോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നോർമൽ കേസസിൽ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഈ 3 മെത്തേഡ്സും ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട്. അറ്റ് ദി സെയിം ടൈം ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഇഷ്യൂ ത്രൂ ഇഷ്യൂ ഹൗസസ് എന്നുള്ളതും ടെക്നിക്കലി റിസ്കി ആയിട്ടുള്ളൊരു വെഞ്ചറാണ്. നോർമലി അവർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നുള്ള മെത്തേഡ്സാണ് പ്രൈവറ്റ് കമ്പനീസ് കൂടുതലായിക്കൊണ്ട് ഓപ്റ്റ് ചെയ്യപ്പെടാറുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേജസിൽ ഫ്ലോട്ടേഷൻ എന്നുള്ള ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് പ്രൊസീജിയേഴ്സ് ടു ബി കംപ്ലൈഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. 3 പ്രൊസീജിയേഴ്സുമാണ് പ്രധാനമായിക്കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രൊമോഷൻ ഓഫ് കമ്പനി, ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ആൻഡ് നോമിനൽ പ്രൊസീജിയർ ഈസ് ഫ്ലോട്ടേഷൻ ഓഫ് കമ്പനി. ഓക്കെ, നെക്സ്റ്റ് ക്യാപ്ഷൻ ഈസ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുള്ള ടെർമിനോളജിയാണ്. ബേസിക് ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനീസ് എന്നുള്ളത്. ഓക്കെ, ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകളെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അടുത്ത ഒരു ടോപ്പിക്കായിക്കൊണ്ട് നമുക്ക് കവറപ്പ് ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ പറഞ്ഞ സമയത്ത് ഓൾറെഡി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു കമ്പനി ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അപ്ലിക്കേഷനോടൊപ്പം വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റലായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകളാണ് കമ്പനിയുടെ മെമ്മോറണ്ടം എന്നുള്ളതും കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുള്ളതും. ഓക്കെ, എല്ലാ കമ്പനികൾക്കും സാധാരണഗതിയിൽ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കമ്പൽസറി ആണ്, എക്സെപ്റ്റ് ഇൻ ദി കേസ് ഓഫ് ചാർട്ടേഡ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ചാർട്ടേഡ് കമ്പനിയുടെ കേസസിലും സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ കേസിലും അല്ലാത്ത മറ്റെല്ലാ കമ്പനിയുടെ കേസസിലും നിർബന്ധമായിക്കൊണ്ടും അതിൻ്റെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പ്രിപ്പയർ ചെയ്യൽ കമ്പൽസറി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കമ്പനി ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കേണ്ട പ്രിലിമിനറി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ടെർമിനോളജി എന്നുള്ളത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളതാണ്. The memorandum of association is usually called in several alternative names like Constitution of Company, Magna Carta of Company, Primary Document of Company, External Document of Company or Charter of Company. ഓക്കെ, ഇങ്ങനെ പല പേരുകളിലായിക്കൊണ്ട് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനെ അറിയപ്പെടാറുണ്ട്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിക്കുക. എന്താണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള സെൻറ്റൻസ് ആണ്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്പനി വിച്ച് contain the fundamental condition upon which the company is to be incorporated. Once again, memorandum of association is the constitution of company which contain the fundamental condition upon which the company is to be incorporated. ഒരു കമ്പനി എന്തെല്ലാം കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അത്തരം കണ്ടീഷൻസ് അടങ്ങിയ കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെൻറ്റ്സിനെ പറയുന്ന പേരാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി കമ്പനീസ് ആക്ട് പ്രകാരം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഡെഫിനേഷനാണ് നെക്സ്റ്റ് ആയിക്കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 56 ഓഫ് കമ്പനീസ് ആക്ട് 2013,
Memorandum means memorandum of association of a company as originally framed or altered from time to time in pursuance of this Companies Act or any previous Companies Act. ഇതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. മെമ്മോറണ്ടം മീൻസ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ ആൾട്ടേർഡ് ഫ്രം ടൈം ടു ടൈം ഇൻ പെർസ്യൂറൻസ് ഓഫ് ദിസ് ആക്ട് ഓർ എനി പ്രീവിയസ് ആക്ട്. ഇപ്പോൾ നിലവിലുള്ള കമ്പനീസ് ആക്ട് പ്രകാരമോ, അതായത് 2013 കമ്പനീസ് ആക്ട് പ്രകാരമോ, അതല്ലെങ്കിൽ മുമ്പുള്ള പ്രീവിയസ് കമ്പനീസ് ആക്ടുകൾ പ്രകാരമോ, അതായത് 2013 മുമ്പുള്ള 956 കമ്പനീസ് ആക്ട്, അതിന് മുമ്പുള്ള കമ്പനീസ് ആക്ടുകൾ പ്രകാരമോ എന്ത് ചെയ്യുക, ഒറിജിനലി ക്രിയേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ സമയബന്ധിതമായി കൊണ്ട് അമെൻഡ് ചെയ്തതോ ആയിട്ടുള്ള മെമ്മോറണ്ടത്തെ പറയുന്ന പേരാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഇതൊരു ടെക്നിക്കലായിട്ട് സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ അർത്ഥത്തിൽ അത് സൂചിപ്പിക്കും. പ്രധാനമായിക്കൊണ്ടും മെമ്മോറണ്ടം എന്നുള്ളത് കമ്പനിയുടെ ബേസിക് ഡോക്യുമെൻ്റ് ആണ്, കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്തെല്ലാം കണ്ടീഷൻസ് വെച്ചിട്ടാണോ കമ്പനി പ്രധാനമായിക്കൊണ്ടും രജിസ്റ്റർ ചെയ്യുന്നത്, ആ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് അടങ്ങിയ കമ്പനിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളത് നമുക്കൊരു വൈറ്റ് പേപ്പറിൽ സ്വന്തം നിലക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റ്സ് അല്ല. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ദി ഒഫീഷ്യലി പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. ഓക്കെ, ഒഫീഷ്യലി കമ്പനീസ് ആക്ടിന് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം എല്ലാ കമ്പനിയുടെയും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. പാർട്ട് 1 ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരമാണ് നമ്മൾ സാധാരണഗതിയിൽ കമ്പനീസിൻ്റെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. പാർട്ട് 1 ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ട്. ഈ പാർട്ട് 1 ഷെഡ്യൂൾ 1-ൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യത്യസ്ത മെമ്മോറണ്ടത്തിൻ്റെ ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. ലൈക്ക് പാർട്ട് 1 ഷെഡ്യൂൾ 1 ടേബിൾ എ കണ്ടെയ്ൻ ദി format of memorandum for companies limited by shares. Table B contain the format of memorandum of companies limited by guarantee not having share capital. Table C contain the format of memorandum for companies limited by guarantee having share capital. And table D contain the format of memorandum for unlimited company not having share capital. And table E contain the format of memorandum for unlimited company having share capital. Okay, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിന് വ്യത്യസ്ത ഫോർമാറ്റ്സുകളിലായിട്ടാണ് മെമ്മോറണ്ടം പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ ഫോർമാറ്റ് എന്നുള്ളത് പാർട്ട് 1 ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ടേബിൾ എ ബി സി ഡി ഇ ഇങ്ങനെ 5 ടേബിൾസ് ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി ഇതിൽ ഏത് ഫോർമാറ്റ്സിലാണോ വരുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മെമ്മോറണ്ടം കൃത്യമായിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ വൈൽ പ്രിപ്പയറിംഗ് അവർ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ വി ഹാവ് ടു ഫോളോ സം ബേസിക് റൂൾസ് ഓൺ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. The fundamental rules of Companies Act includes mainly it is a compulsory document for all types of company except chartered and statutory companies. ഇതൊരു ഓപ്ഷണൽ ഡോക്യുമെൻ്റ് അല്ല, ഓർ ഇതൊരു വോളണ്ടറി ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അല്ല. ഇതൊരു കമ്പൽസറി ആയിക്കൊണ്ട് എല്ലാ കമ്പനീസും പ്രിപ്പയർ ചെയ്യപ്പെടേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് എക്സെപ്റ്റ് ചാർട്ടേഡ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഓക്കെ, ആൻഡ് സെക്കൻഡ് റൂൾ ഈസ് ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ എ പ്രിൻറ്റഡ് ഫോർമാറ്റ്. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ എ പ്രിൻറ്റഡ് ഫോർമാറ്റ്. നമുക്കൊരു ഹാൻഡ് റൈറ്റിംഗ് ഫോർമാറ്റിൽ അല്ല ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്, പ്രിൻറ്റഡ് ഫോർമാറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഡീറ്റെയിൽസ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ്. ഓക്കെ, പ്രധാനമായിക്കൊണ്ടും ഒരു 5 to 6 ഇൻഫർമേഷൻസ് ആണ് മെമ്മോറണ്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാറുള്ളത്. ഓരോ ഇൻഫർമേഷൻസും സെപ്പറേറ്റ് പാരഗ്രാഫ് ആയിക്കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓരോ പാരഗ്രാഫിനും നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് റൂൾ ഈസ് ഇറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബേഴ്സ്. മെമ്മോറണ്ടം നിർബന്ധമായിക്കൊണ്ടും അതിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്തിരിക്കണമെന്നുള്ളതാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കേസസിൽ ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 7 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് റൂൾ ഈസ് ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ദി ഒഫീഷ്യൽ ഫോർമാറ്റ്. It should be prepared in official format means it should be prepared in part 1 schedule 1 table A B C D E എനിത്തിങ്. ഓക്കെ, ഈ ഏതെങ്കിലും ഒരു ടേബിൾ ഫോർമാറ്റിലാണ് പാർട്ട് 1 ഷെഡ്യൂൾ 1 പ്രകാരം ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് കണ്ടൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദ കണ്ടൻസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സെക്ഷൻ 4 പ്രകാരം 6 ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് പ്രധാനമായിക്കൊണ്ടും മെമ്മോറണ്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാറുള്ളത്. മെമ്മോറണ്ടത്തിൻ്റെ കണ്ടൻസിനെ നോർമലി ക്ലോസസ് ഓഫ് മെമ്മോറണ്ടം എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ക്ലോസസ് എന്നുള്ള രൂപത്തിലാണ് അത് അറിയപ്പെടുന്നത്. 6 ക്ലോസസുകളാണ് മെമ്മോറണ്ടത്തിൽ
പ്രധാനമായിക്കൊണ്ടും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ നെയിം ക്ലോസ്, സെക്കൻഡ് പോയിന്റ് സിറ്റുവേഷൻ ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ഓർ ഡൊമിസൈൽ ക്ലോസ്. 3 പേരിൽ അറിയപ്പെടാറുണ്ട്, സിറ്റുവേഷൻ ക്ലോസ്, അതല്ലെങ്കിൽ ഡൊമിസൈൽ ക്ലോസ് ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. ഓക്കെ, തേർഡ് പോയിന്റ് ഒബ്ജക്റ്റ് ക്ലോസ്, ആൻഡ് ഫോർത്ത് വൺ ലയബിലിറ്റി ക്ലോസ്, ഫിഫ്ത്ത് വൺ ക്യാപിറ്റൽ ക്ലോസ്, and the sixth one association clause. So these are the 6 types of information content which should be included in the memorandum of association. Okay, the first terminology, name clause. Name clause means the details of the name of the company. Okay, as all we know that a company is a legal entity, and that is why it must have a name for its existence. Okay, the name clause should contain the name of company with the last word of limited in the case of public company, or the last word private limited in the case of പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചാണ്, ഒരു കമ്പനി എന്നുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ, ലീഗലി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അതിന് എക്സിസ്റ്റൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഇൻഡിവിജ്വലിനെ പോലെ തന്നെ അതിനും ഒരു നെയിം നിർബന്ധമായിക്കൊണ്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കമ്പനിയുടെ നെയിം എന്താണെന്നുള്ളത് കൃത്യമായിക്കൊണ്ട് മെൻഷൻ ചെയ്യുന്ന ഇൻഫർമേഷൻ പാർട്ടാണ് നെയിം ക്ലോസ് എന്നുള്ളത്. ഇവിടെ കമ്പനിക്ക് ഇഷ്ടമുള്ള ഏത് പേരും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അറ്റ് ദി സെയിം ടൈം അത് എക്സിസ്റ്റിംഗ് കമ്പനീസിൻ്റെ പേരാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ നെയിംസ് ആൻഡ് എംബ്ലംസ് ആക്ട് പ്രകാരം അൺഡിസൈറബിൾ ആയിട്ടുള്ള നെയിം ആവാൻ പാടില്ല. അൺഡിസൈറബിൾ ആയിട്ടുള്ള നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയോ ഇന്ത്യൻ പ്രസിഡൻസിൻ്റെയോ പേര് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ പേരോ സിംബലോ പിക്ചറോ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും അവാർഡുകളുടെ പേരുകളോ അതല്ലെങ്കിൽ ഡെസിഗ്നേഷൻസിൻ്റെ പേരുകളോ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഗവൺമെൻറ് കമ്പനിയാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പേരുകൾ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, മറ്റൊരു കമ്പനിയുടെ പേരിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള പേരുകളൊന്നും ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇതാണ് അൺഡിസൈറബിൾ നെയിംസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ അൺഡിസൈറബിൾ നെയിംസോ അല്ലാത്ത മറ്റേത് പേരുകളും നമുക്ക് നമ്മുടെ കമ്പനിയുടെ പേരായിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. At the same time, the name should be ended with limited in the case of public company and private limited in the case of private company. പേരിൻ്റെ അവസാനത്തിൽ പബ്ലിക് കമ്പനിയുടെ പേരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ലിമിറ്റഡ് എന്നുള്ള വേർഡ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ നോർമലി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വേർഡ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതും നെയിമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്ട്സ് ആണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ഇൻഫർമേഷൻ ഓഫ് മെമ്മോറണ്ടം ഈസ് സിറ്റുവേഷൻ ക്ലോസ് ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഓർ ഡൊമിസൈൽ ക്ലോസ്. കമ്പനിയുടെ ഹെഡ് ഓഫീസ് എവിടെയാണ് എന്ന് മെൻഷൻ ചെയ്യുന്ന ഇൻഫർമേഷൻ പാർട്ടാണ് സിറ്റുവേഷൻ ക്ലോസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് മെൻഷൻ ദ നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് ടു ബി സിറ്റുവേറ്റഡ്. ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന ഇൻഫർമേഷൻ പാർട്ടാണ് സിറ്റുവേഷൻ ക്ലോസ് എന്നുള്ളത്. പ്രധാനമായിക്കൊണ്ട് അതിന് ഹെഡ് ഓഫീസ് സ്പെസിഫിക്കലി എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ അത് ഏത് സ്റ്റേറ്റിൽ, ഏത് ഡിസ്ട്രിക്റ്റിൽ, ഏത് എക്സാക്റ്റ് ലൊക്കേഷൻസിൽ എന്നുള്ള ഡീറ്റെയിൽസാണ് പ്രധാനമായിക്കൊണ്ടും അതിലുണ്ടാവുക. ഓക്കെ, ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു ഇൻഫർമേഷൻ എന്നുള്ളത് കമ്പനിയുടെ മെമ്മോറാണ്ടം എന്നുള്ളത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുണ്ടാക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ മുമ്പുണ്ടാക്കുന്ന ഒരു പ്രിപ്പയറി ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ബേസിക് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ അതിലെ ഈ രണ്ടാമത്തെ ഇൻഫർമേഷൻ, അതായത് സിറ്റുവേഷൻ ക്ലോസ് എന്നുള്ള മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ഹെഡ് ഓഫീസ് എവിടെയാണെന്നുള്ളത് സ്പെസിഫിക്കലി ഡിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ തൽക്കാലത്തേക്ക് സ്കിപ്പപ്പ് ചെയ്യാവുന്നതാണ്. അത് പിന്നീട് രജിസ്ട്രേഷൻ കിട്ടി ഒരു 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, രജിസ്ട്രാറെ അറിയിച്ചാൽ മതി. ഓക്കെ, ദ കമ്പനി ഷാൾ ഹാവ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം 15th day ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ എന്നുള്ള റൂൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് 15 ദിവസം ആകുമ്പോഴത്തേക്ക് നിർബന്ധമായിക്കൊണ്ടും കമ്പനിക്ക് ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. അത് പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദ കമ്പനി ഷുഡ് സബ്മിറ്റ് ദ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ 30 days ഫ്രം ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു അഡീഷണൽ ആയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ആ ഹെഡ് ഓഫീസ് എവിടെയാണ്, അതിലെ ഡീറ്റെയിൽ എക്സാക്റ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ഒന്നുകൂടി രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ തേർഡ് കണ്ടന്റ് ഓഫ് മെമ്മോറണ്ടം ഈസ് ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് കമ്പനി. ഒബ്ജക്റ്റ് ക്ലോസ് എന്നുള്ള ഒരു മെമ്മോറണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മോറണ്ടത്തിലെ ഇൻഫർമേഷനാണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്നുള്ളത്. It explained about the object for which the company is incorporated and the types of activities which the company can be carry on. Okay, എന്തെല്ലാം
ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ്, എന്തെല്ലാം പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ കമ്പനിക്ക് കീഴിൽ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് പ്രധാനമായിക്കൊണ്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുക, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിക്കൊണ്ട് ഒബ്ജക്റ്റ് ക്ലോസിൽ മെൻഷൻ ചെയ്യുക. A company cannot do anything beyond or outside of its object clause, and any act done beyond that it will be treated as ultra virus activities. Okay, ഒബ്ജക്റ്റ് ക്ലോസിൽ പറയാത്തതോ ഒബ്ജക്റ്റ് ക്ലോസിൻ്റെ പുറമേ ഉള്ളതായിട്ടുള്ള കാര്യങ്ങളോ ഒരു കമ്പനിക്കകത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആക്ടിവിറ്റീസിനെ യൂഷ്വലി വിളിക്കുന്ന പേരാണ് അൾട്രാ വൈറസ് ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഓൾ അൾട്രാ വൈറസ് ആക്ടിവിറ്റീസ് ആർ treated as void and no legal effects. അൾട്രാ വൈറസ് ആക്ടിവിറ്റീസിനെ കോമൺലി വോയിഡ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് അറിയപ്പെടുക. നമുക്കറിയാം വോയിഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലീഗലായിട്ട് യാതൊരു രൂപത്തിലുള്ള വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ പെടാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ഭാഗമായിക്കൊണ്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സോ ഏതെങ്കിലും ഓഫീസേഴ്സോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ആക്ടിവിറ്റീസിന് ഉത്തരവാദിത്തം കമ്പനിക്ക് ഒരു നിലക്കും ഉണ്ടാകുന്നതല്ല. അതിന് ബന്ധപ്പെട്ട കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസർ ആരാണോ ഒരു ആക്ടിവിറ്റി ചെയ്തത് ആ ഒരു ഇൻഡിവിജ്വൽ സ്വന്തം നിലക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് പ്രത്യേകമായി കൂടെ ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റ് ക്ലോസ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒബ്ജക്റ്റ് ക്ലോസ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ ഓർ ഇമ്മോറൽ ഓർ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് ഇൻഫർമേഷൻ കണ്ടന്റ് ഈസ് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് എക്സ്പ്ലെയിൻസ് ദി നാച്ചർ ഓഫ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് കമ്പനി. ഓക്കെ, കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ഏത് തരത്തിലാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇൻഫർമേഷൻ പാർട്ടാണ് ലയബിലിറ്റി ക്ലോസ് എന്നുള്ളത്. വെദർ ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് എന്നുള്ളതാണ് പ്രധാനമായിക്കൊണ്ടും ഇതിൽ മെൻഷൻ ചെയ്യപ്പെടുക. കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ഷെയർ ക്യാപിറ്റൽ എമൗണ്ടിന് ഈക്വലൻ്റ് ആയിരിക്കും അവരുടെ ലയബിലിറ്റി. അറ്റ് ദ സെയിം ടൈം അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മൊത്തം ലയബിലിറ്റി എത്രയാണോ അത് പൂർണ്ണമായിക്കൊണ്ടും മീറ്റപ്പ് ചെയ്യേണ്ട ബാധ്യത ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ദ ഫിഫ്ത്ത് കണ്ടന്റ് ഈസ് ക്യാപിറ്റൽ ക്ലോസ്. ഓക്കെ, ക്യാപിറ്റൽ ക്ലോസ് എക്സ്പ്ലെയിൻസ് ദി amount of capital with which company is registered and the division of share capital into shares of fixed amount. എത്രയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എമൗണ്ട് അത് മെൻഷൻ ചെയ്യുന്ന ഇൻഫർമേഷനാണ് ക്യാപിറ്റൽ ക്ലോസ് എന്നുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്യുന്ന ക്യാപിറ്റൽ എമൗണ്ടിനെ യൂഷ്വലി വിളിക്കുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓർ നോമിനൽ ക്യാപിറ്റൽ ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് അതിൻ്റെ എൻ്റയർ ലൈഫ് പീരീഡിൽ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്ത എമൗണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ ഇഷ്യൂ ചെയ്യപ്പെടാറില്ല. ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് അതിൽ നിന്നും പാർട്ടായിട്ടാണ് ഇഷ്യൂ ചെയ്യപ്പെടുക. അതേസമയം ക്യാപിറ്റൽ ക്ലോസിലെ എമൗണ്ട് എന്നുള്ളത് മാക്സിമം ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ക്ലോസിലെ ഈ ഒരു ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ അമെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പെർമിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ക്ലോസിൽ എത്രയാണ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതും അത് എത്ര ഷെയർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൃത്യമായി കൊണ്ട് മെൻഷൻ ചെയ്യണമെന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് ഇൻഫർമേഷൻ ഈസ് അസോസിയേഷൻ ക്ലോസ്. ഓക്കെ, അസോസിയേഷൻ ക്ലോസ് കണ്ടെയ്ൻ എ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഓഫ് മെമ്മോറണ്ടം. ഇതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു സത്യവാങ്മൂലമാണ്. മെമ്മോറണ്ടത്തിൽ സൈൻ ചെയ്ത ആളുകളുടെ അല്ലെങ്കിൽ മെമ്മോറണ്ടത്തിൽ സൈൻ ചെയ്ത ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു സത്യവാങ്മൂലമാണ്. ഞങ്ങൾ ഇന്ന ആളുകൾ ഈ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യാൻ അംഗീകരിക്കുന്നു, ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെ കൃത്യമായി കൊണ്ട് കംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ അവരുടെ ഒരു സത്യവാങ്മൂലമാണ് അസോസിയേഷൻ ക്ലോസ് എന്നുള്ളത്. അസോസിയേഷൻ ക്ലോസ് ഷുഡ് ബി സൈൻഡ് ബൈ ദി every subscribers of memorandum with their name, address and number of shares taken up. Okay, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്നുള്ളത് മെമ്മോറണ്ടത്തിലെ 6 കണ്ടൻസിൽ അസോസിയേഷൻ ക്ലോസ് മാത്രമേ ആൾട്ടർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉള്ളൂ. അസോസിയേഷൻ ക്ലോസ് എന്നുള്ളത് ഒരു അൺആൾട്ടറബിൾ ഡോക്യുമെൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം മറ്റു 5 ക്ലോസുകളും, അതായത് നെയിം ക്ലോസ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ഈ 5 ക്ലോസും കമ്പനിക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പിന്നീട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. At the same time, association clause cannot be changed. It is an unalterable document. Okay, so these are the contents of memorandum of association. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.